ഹലോ, നമുക്കിന്ന് ഈ ഒരു ചീമച്ചക്ക ഒന്ന് തോരൻ വെച്ച് നോക്കാം. എൻ്റെ നാട്ടിൽ ഇതിന് പറയുന്നത് ചീമച്ചക്ക എന്നാട്ടോ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ മുതലാളിക്ക് പറയുന്ന ആ ഫേമസ് പേരൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. നമുക്കറിയാലോ ഈ സുന്ദരക്കുട്ടപ്പന് എന്തൊക്കെ പേരുകളാ ഉള്ളതെന്ന്. അപ്പോൾ ഇത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനൊരു ബ്രൗൺ കളർ വരും, അത് നമുക്ക് മെനക്കേടാവും. അതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം തളിച്ച് വെച്ചാലും മതി. അതിനുശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിലും കുറച്ച് കടുകും കരിവേപ്പിലും ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചീമച്ചക്കയുടെ കഷ്ണങ്ങൾ സ്വല്പം വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇതിന് അരപ്പ് റെഡിയാക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കൊച്ചുള്ളി, ഒരു 2 പീസിൽ മതിയായിരിക്കും വെളുത്തുള്ളി, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വെന്ത ചീമച്ചക്കയുടെ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ സംഭവം റെഡി.